ബിഗ് ബോസ് മലയാളം സീസൺ 6 അങ്ങനെ പടക്കക്കടകുതാകവ പറഞ്ഞതിപ്പോൾ മനസ്സിലായി കാണുമല്ലോ ആരെക്കുറിച്ചാണെന്ന്. റോക്കി ബായ് നല്ലൊരു പ്ലെയർ ആയിരുന്നു. പുള്ളി പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകളും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ അവിടെ കാണിക്കുന്ന ചില ആക്റ്റുകൾ അത് നമുക്ക് അംഗീകരിക്കാനൊന്നും പറ്റാത്ത ആക്റ്റുകളൊക്കെ ആയിരുന്നു. എന്നാലും അവിടെ റിയലായിട്ട് നിന്ന് ഗെയിം കളിച്ച ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാം. റോക്കി എന്തോ ഉണ്ടെങ്കിലും വെട്ടിത്തുറന്ന് പറയുന്ന ആളായിരുന്നു. അതുപോലെ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരാൾ. അതൊരിക്കലും ഈ ഒരു ഗെയിമിന്, ഈ ബിഗ് ബോസ് എന്ന ഗെയിമിന് അങ്ങനെയുള്ളവർ ഒരിക്കലും ചേർന്നതല്ല. ബിഗ് ബോസ് എന്ന ഗെയിമിനെ എന്താണെന്നറിയാതെ, ബിഗ് ബോസ് എന്ന ഗെയിം ഈ അടിയും ബഹളവും ഒക്കെ ആണെന്ന് വിചാരിച്ചു വന്ന കുറേ പേര് ഇപ്പോഴും അവിടെ അതിനകത്തുണ്ട്. ബഹളം ഉണ്ടാക്കി കുറച്ച് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് എല്ലാവരും താല്പര്യം, അതാണ് കാണാൻ എല്ലാവർക്കും താല്പര്യം എന്ന് വിചാരിക്കുന്ന കുറേ പേര് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മുടെ റോക്കി ബായ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രൊവോക്കിങ്ങിൽ റോക്കി ബായ് പെട്ടെന്ന് വീഴും. അന്ന് തന്നെ ഗബ്രിയും ജാസ്മീനും പ്രൊവോക്ക് ചെയ്തപ്പോഴാണ് പോയിട്ട് അതിലിടിച്ചത്, ഒരു മെറ്റീരിയൽ ഇടിക്കുന്നത്. ബിഗ് ബോസിന്റെ ഒരു മെറ്റീരിയൽ ഇടിച്ച് തകർത്തു എന്ന് തന്നെ പറയാം. എന്നിട്ട് അതിന് വലിയ ശിക്ഷയൊന്നും കൊടുക്കാതെ നേരിട്ട് നോമിനേഷനിലേക്കാക്കി ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ രക്ഷിക്കുകയായിരുന്നു. വലിയ ശിക്ഷയൊന്നും അല്ലാതെ തീർച്ചയായിട്ടും റോക്കി അതിലൊക്കെ ആ നോമിനേഷനിൽ നിന്നൊക്കെ രക്ഷപ്പെടുമെന്ന് തീർച്ചയായിട്ടും ബിഗ് ബോസിനും അറിയാമായിരുന്നു. എന്ന് വെച്ചാൽ കണ്ടന്റ് അവിടെ കൊടുക്കുന്നത് ഇപ്പം റോക്കിയാണ്, വേറൊന്നും കൊണ്ടല്ല. ഈ റോക്കിക്ക് ഇത്രയും പേര് വരാൻ തന്നെ കാര്യം ഒന്ന്, ജാസ്മീനോടും ഗബ്രിയോടും മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുകയും അവരെ എതിർത്ത് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് റോക്കിക്ക് നല്ല സപ്പോർട്ട് വെളിയിലും ഉണ്ടായി. കാരണം വേറൊന്നുമല്ല, ബാക്കിയുള്ളവരാരും ഇവർക്കെതിരെ നേരിട്ട് പ്രതികരിക്കുന്നില്ല. അപ്പം പ്രേക്ഷകർ ഉദ്ദേശിച്ച രീതിയിലൊക്കെ പ്രതികരിക്കുന്നത് റോക്കിയാണ്. അങ്ങനെയാണ് റോക്കിക്ക് വെളിയിൽ നല്ലൊരു ഫാൻ സപ്പോർട്ടൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു റോക്കി ചിലപ്പം നേരെയാകും, നന്നാകും എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. കളി മാറ്റി പിടിക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇന്ന് കണ്ട ഒരു പ്രൊമോ ഭയങ്കരമായി നമ്മളെ ഞെട്ടിക്കുന്ന ഒരു പ്രൊമോ ആയിരുന്നു. നമുക്ക് അതൊന്ന് കാണാം. ഇതാണ് ഇന്ന് വന്ന പ്രൊമോ. സത്യം പറഞ്ഞാൽ ആ എപ്പിസോഡ്, ലാലേട്ടന്റെ എപ്പിസോഡ് കണ്ട് തീരാറായപ്പോഴാണ് ഇങ്ങനെ ഒരു ന്യൂസ് വെളിയോട്ട് വന്ന് റോക്കി ഇങ്ങനെ സിജോയെ തല്ലി അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായി എന്നുള്ളത്. സത്യം ആദ്യം ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ റോക്കിയുടെ സ്വഭാവം വെച്ചിട്ട് തല്ലിയിരിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാദിറ മെഹറിൻ, കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥിയായ നാദിറ മെഹറിന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇത് ആദ്യം പുറത്തു വിടുന്നത്. 98% റോക്കി പുറത്തായി. ഇങ്ങനെ സിജോയുമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ ഫിസിക്കൽ അസാൾട്ട് വഴി റോക്കി പുറത്തായി എന്നാണ് നാദിറ മെഹറിൻ പറഞ്ഞത്. ഇത് കൺഫേം ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയാനുള്ളത്, റോക്കിയെ പോലൊരാൾക്ക് ഈ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം പറ്റിയതല്ല എന്ന് കുറച്ച് ദിവസം മുന്നേ നമുക്ക് മനസ്സിലായതാണ്. പക്ഷേ അവിടെ കണ്ടന്റ് തരുന്ന മറ്റാരും ഇല്ലാത്തത് കൊണ്ട് നമുക്കും റോക്കിയെ കുറച്ചൊക്കെ ഇഷ്ടമായി വരികയായിരുന്നു. നല്ലൊരു പ്ലെയർ ആയിരുന്നു. അവിടെ ഓണവില്ല രതീഷ് പോയപ്പോൾ നമ്മൾ വിചാരിച്ചു ഓണവില്ലാകുമെന്ന് വിചാരിച്ചു. പക്ഷെ ആ ഓണവില്ലാകാതെ ഈ സീസൺ ഇന്ന് വരെ കൊണ്ടുപോയത് റോക്കിയാണ്. രതീഷ് കഴിഞ്ഞാൽ പിന്നെ റോക്കിയാണ് ഈ സീസൺ ഇപ്പോൾ ഇവിടെ വരെ കൊണ്ടുവന്നത്. അപ്പൊ ഇങ്ങനെ ഈ സീസണിൽ ഓരോരുത്തർ ഹിറ്റായി വരുന്ന, അവർ ഓരോ ആഴ്ചയും പുറത്താകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുവാണെന്ന് അറിയത്തില്ല. ഈ സീസൺ തുടങ്ങിയത് മുതൽ കഷ്ടകാലമാണ് പ്ലെയേഴ്സിന്. അകത്ത് കളിക്കുന്നവർക്കെല്ലാം കഷ്ടകാലമാണ്. ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഒന്നുകിൽ നെഗറ്റീവ് ആകും. രണ്ടാഴ്ച കൊണ്ട് നെഗറ്റീവായ 2 പേര് അതിനകത്തുണ്ട്. അതുപോലെ രതീഷ് നല്ല കളിച്ച് ആദ്യമൊക്കെ നല്ല പ്രവോക്കിങ് വന്നു. ലാസ്റ്റ് 2 ദിവസം നല്ല കളിച്ച് ആ വീടുമായിട്ട് ഇണങ്ങി വന്നപ്പോഴത്തേക്ക് പുറത്തുപോയി. ഇപ്പൊ റോക്കി ഫാൻ ബേസ് ഒക്കെ വെളിയിൽ കുറച്ചൊക്കെ ഉണ്ടായി. ആൾക്കാർക്ക് റോക്കിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങി വന്നപ്പോഴത്തേക്ക് റോക്കിയും പുറത്തായി. ഇനി അടുത്തത് ആരെന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ഇനി റോക്കിയും കൂടെ അങ്ങനെ പുറത്തു പോവുകയാണെങ്കിൽ, എന്തായാലും റോക്കിയെ ഇപ്പം അകത്ത് ബിബിയുടെ സെക്യൂരിറ്റി റൂമിലാണ് എന്നാണ് നമ്മൾ അറിയാൻ പറ്റിയത്. അങ്ങനെ റോക്കിയെ അവിടുന്ന് പുറത്താക്കിയാൽ ഇനി അവിടെ ഓണവില്ലാകുമോ എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നമുക്ക് ഓണവില്ലാകുമെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ലേഡീസ് ഈ പ്രാവശ്യം ബിഗ് ബോസിൽ ഗെയിം കളിക്കാൻ വന്ന ലേഡീസ് ഒന്നിനൊന്നും മെച്ചമാണ്. അതിനൊരു പ്രതീക്ഷയൊക്കെ വെക്കാം. അൻസിബ, റസ്മിൻ, ജാസ്മിൻ ഇപ്പം ഗബ്രിയുടെ കൂടെ കളിക്കുന്നത് കൊണ്ട് ജാസ്മിനെ നമുക്ക് ഇപ്പൊ കൂട്ടുന്നില്ല. എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നെഗറ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കത്തേ ഉള്ളൂ. അവർ അപ്സര, ശരണ്യ ഇവരൊക്കെ വൻ പുലികളാണ്. ഇവരൊക്കെ പയ്യെ കളത്തിലേക്ക് വരുന്നുണ്ട്. അൻസിബ വന്ന ഒരു 4 ദിവസം മുന്നേ അൻസിബയുടെ കളി കളിച്ചു തുടങ്ങി. അതുപോലെ തന്നെ അപ്സര, ഇവരെല്ലാവരും നല്ല മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് ഓണവില്ലാകുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ
എന്തെങ്കിലും ഒരു വിഷയം വന്ന് ഒരു കണ്ടന്റായി മാറിയാലേ നമുക്ക് കാണാനും നമുക്ക് പ്രേക്ഷകരായ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയത്തിൽ റോക്കി ഔട്ടായതിനു ശേഷം പിന്നെയും അവിടെ ഈ ഓണവില്ല് കളിക്കാൻ പോയാൽ ചിലപ്പോൾ ഇവരെല്ലാം ഓണവില്ലി പെട്ടുപോകും. എന്നാലും നമുക്ക് നോക്കാം. എന്നാലും റോക്കി കാണിച്ചത് ഭയങ്കര അബദ്ധമായി പോയി. കുറച്ച് കൺട്രോളൊക്കെ വേണമായിരുന്നു. ഈ ബിഗ് ബോസ് എന്ന ഗെയിമിൽ കളിക്കുമ്പോൾ മൈൻഡ് ഗെയിമാണ്, പ്രൊവോക്കിംഗ് ഗെയിമാണ്. മാക്സിമം മറ്റുള്ള മത്സരാർത്ഥികൾ നമ്മളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കും. ആ പ്രൊവോക്കിൽ വീഴാതിരിക്കുകയും മൈൻഡ് ഗെയിം ചിന്തിച്ച് കളിക്കുക മറ്റവർക്ക് മൈൻഡ് ഗെയിമാണ്. സത്യത്തിൽ ഇത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു മൈൻഡ് ഗെയിമാണ്. ആ മൈൻഡ് ഗെയിം ഇല്ലാതെ നമ്മൾ ഈ അടിക്കും ഇടിക്കും പിടിക്കും തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ജയിക്കുന്നവർക്ക് അധികകാലം ബിഗ് ബോസിൽ അത് ഏത് സീസണിൽ ഏതിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും അധിക നാൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിനുള്ളൊരു ഉദാഹരണമാണ് മലയാളത്തിൽ ഇപ്പോൾ റോക്കി. പിന്നെ ഈ ബിഗ് ബോസ് എന്ന സീസൺ മലയാളത്തിൽ ഉള്ളിടത്തോളം കാലം റോക്കിയെ എല്ലാവരും ഓർമ്മിക്കപ്പെടും. കാരണം വേറൊന്നുമല്ല, ആരും ഇതുപോലൊരു മത്സരാർത്ഥിയെ തല്ലിയിട്ട് ഔട്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാൾ നേരെ നിന്ന് തല്ലിയിട്ട് ഔട്ടാകുന്നത്. അതുപോലെ എല്ലാ സീസണിലും പറ്റിയതുപോലെ നല്ലൊരു കളിക്കാരൻ എന്ന് നമ്മൾ വിചാരിച്ചു. ചില സ്റ്റേറ്റ്മെന്റുകളും കാര്യങ്ങളും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടപ്പെടാതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ പേരും ഈ ഗബ്രിയും ജാസ്മീനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല വെളിയിലുള്ള പ്രേക്ഷകർ. അപ്പൊ അവരെ എതിർത്ത് നിൽക്കുന്ന റോക്കിയോട് എല്ലാവർക്കും ഒരു താല്പര്യവും ഒരു സ്നേഹമൊക്കെ വന്ന് തുടങ്ങിയതായിരുന്നു. പക്ഷെ കുറച്ചുകൂടെ കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ടും റോക്കി ടോപ്പ് 5 തന്നെ വന്നേനെ. വരാനുള്ളത് വഴി തങ്ങത്തില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. റോക്കി ബൈ ബൈ ബൈ.